2026 മുഖ്യമന്ത്രിയാകാൻ ശശി തരൂർ യോഗ്യനെന്ന സർവേ ഫലം പങ്കുവച്ച തരൂരിനെ തള്ളി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. സർവേക്ക് വിശ്വാസ്യതയില്ലെന്നും ആരോ കുക്ക് ചെയ്ത സർവേ ആണെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആ സർവേക്കകത്ത് ഒരു വിശ്വാസ്യതയില്ലാത്ത സർവേയാണ്. അതാരോ കുക്ക് ചെയ്തുണ്ടാക്കിയ സർവേയാണ്. അതിന് എനിക്ക് വിശ്വാസമില്ല. പ്രധാനമന്ത്രിയാകാൻ സർവേ നടത്തിയാലും ശശി തരൂരിന്റെ പേര് വരുമായിരിക്കും. AICC നടത്തുന്ന സർവേയിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയെന്നും ഹസൻ. സ്വാഭാവികമായിട്ടും ആ സർവേയുടെ ഫലത്തെക്കുറിച്ച് നമ്മളാരും സംശയിക്കേണ്ട കാര്യമില്ല. നല്ലത്, അദ്ദേഹത്തിന് ഇത്രയും ആളുകൾ മുഖ്യമന്ത്രിയാവണം എന്ന് സർവേയിൽ വന്നു. പക്ഷെ നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിയാകാൻ ആരാണ് ഏറ്റവും കൂടുതൽ അർഹൻ എന്നൊരു സർവേ നടത്തിയാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരും വരും. അപ്പം അത്തരം സർവേ ഒന്നും പാർട്ടി ഗൗരവമായിട്ട് എടുക്കുള്ളൂ എനിക്ക് തോന്നുന്നില്ല. AICC സർവേ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലം വരുമ്പോൾ അതനുസരിച്ചായിരിക്കും നിയമസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനം. സർവേ ഫലം തള്ളി അടൂർ പ്രകാശും. ശശി തരൂർ മുതിർന്ന നേതാവാണ്. സർവേ പല ആളുകളും നടത്തുമെന്നും ചിലർ നടത്താൻ വേണ്ടി നടത്തുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സർവേ പല ആളുകളും നടത്തുന്നുണ്ട്, പല തരത്തിലുമുണ്ട്. അത് ചില ആളുകൾ മനഃപൂർവ്വമായി സർവേ നടത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം ശ്രമം നടത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പുറത്ത് കൊടുക്കാൻ വേണ്ടി, പുറത്ത് പറയാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ സന്ദർഭങ്ങളിലൊന്നും ഇതൊന്നും ആവശ്യകത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. തരൂർ ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിക്കട്ടെ. കോൺഗ്രസിലെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായ ഒരുപാട് പേർ കേരളത്തിലുണ്ടെന്നും അതിലൊരാൾ മുഖ്യമന്ത്രിയാകുമെന്നും വിശ്വപൗരൻ മുഖ്യമന്ത്രിയാകേണ്ട എന്നും K മുരളീധരൻ. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തന്നെ ആദ്യം തീരുമാനിക്കട്ടെ. അതിനുശേഷം മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ മതിയല്ലോ. ഞാൻ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ UDFൻ്റെ നോമിനി മുഖ്യമന്ത്രിയാവും. അത് കേരളത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ UDFലുണ്ട്. കോൺഗ്രസിന് വേണ്ടി വിറക് കിട്ടുന്നതിനും വെള്ളം കോരികളുമായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാവും. അല്ല, അദ്ദേഹം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് ആവശ്യം കേരളത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. കേരളത്തിൻ്റെ 4 ചുമതല അല്ല, വിശ്വത്തിൻ്റെ കാര്യം നോക്കട്ടെ. നമുക്ക് കേരളത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. ഓരോ ദിവസവും ഓരോ സർവേ ഫലം വരുമെന്നും അതിലൊന്നും വലിയ കാര്യമില്ല എന്നും VD സതീശൻ പ്രതികരിച്ചു. ഇഷ്ടംപോലെ സർവേ എല്ലാ ദിവസവും വരുന്നുണ്ട്. നമ്മൾ ചിലത് കാണും, നമ്മൾ ചിലത് കാണില്ല. ഇതേതാന്ന് എനിക്ക് മനസ്സിലായില്ല. അതേസമയം ശശി തരൂരിനെ പരിഹസിച്ച് ബിനോയ് വിശ്വവും രംഗത്തെത്തി. ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ യോഗ്യതയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്ന് പറയുന്നു, മറുഭാഗത്ത് കോൺഗ്രസ് നയങ്ങളെ വിമർശിച്ച് ലേഖനം എഴുതുന്നു. സ്വന്തം നിലപാടിൽ തരൂരിന് വ്യക്തതയില്ലെന്നും BJPയിലേക്കുള്ള ശശി തരൂരിന്റെ യാത്രയുടെ തിരക്കഥ പൂർത്തിയാവുകയാണെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ആസിഫ് മുഹമ്മദ് ചേരുന്നു വിവരങ്ങളുമായി. ആസിഫ്, ശശി തരൂർ ഒരുപോലെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും തലവേദനയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു കാര്യം ഈ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്, ശശി തരൂരിനെതിരെ ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള കാര്യത്തിലാണ്. അക്കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങൾ നൽകുന്ന വലിയ സന്ദേശമെന്ന് തോന്നുന്നു. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും. കാരണം ശശി തരൂർ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളായിക്കോട്ടെ, മറ്റ് നിലപാടുകളായിക്കോട്ടെ, അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിലെ ഒരു നേതാക്കൾക്കും അഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു വിഭാഗം നേതാക്കൾ ദേശീയ നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് പരാതി നൽകി ശശി തരൂരിനെ നിയന്ത്രിക്കണമെന്നുള്ള അഭിപ്രായമുള്ളപ്പോൾ ഒരു വിഭാഗം നേതാക്കൾ അവഗണിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ശശി തരൂർ കഴിഞ്ഞ ദിവസം പങ്കുവെച്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവേ ഫലം, ആ സർവേ ഫലത്തിൽ താൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് കൂടുതൽ ആളുകൾ പറഞ്ഞു എന്ന് അവകാശപ്പെടുന്ന സർവേ ഫലമാണ് ശശി തരൂർ പങ്കുവെച്ചത്. ആ സർവേ ഫലം പങ്കുവെച്ചതിൽ വലിയ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് BJP കുക്ക് ചെയ്ത ഒരു സർവേ ഫലമാണ് എന്ന് രമേശ് ചെന്നിത്തല അല്പം മുമ്പ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം അതൊരു കുക്ക് ചെയ്ത സർവേ ഫലമാണ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ അല്പം മുമ്പ് പ്രതികരിച്ചപ്പോൾ അത് BJP തന്നെ കുക്ക് ചെയ്ത ഒരു സർവേ ഫലമാണ്. അത് BJP അത്തരത്തിൽ
പ്രചാരണം നടത്താൻ വേണ്ടി അത് നൽകിയിട്ടുള്ള സർവേ ഫലമാണ് എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കെ മുരളീധരനാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഏത് പാർട്ടിയാണ് എന്ന് ശശി തരൂർ തന്നെ വ്യക്തമാക്കട്ടെ എന്നുള്ള ഒരു കടുത്ത വിമർശനം ഉന്നയിക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ആരുടെ ഒപ്പമാണ് ശശി തരൂർ എന്നുള്ള കാര്യം ശശി തരൂരാണ് വ്യക്തമാക്കേണ്ടത്. അതായത് ശശി തരൂർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയല്ല, BJPക്ക് വേണ്ടിയാണ് എന്നുള്ള വലിയൊരു വിമർശനം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിനെ സ്വാധീകരിക്കുന്ന അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് കെ മുരളീധരൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഏത് പാർട്ടിയാണ് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ എന്നുള്ള കാര്യം പറയുന്നു. വിശ്വപൗരൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആകേണ്ടതില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ വിശ്വത്തിന്റെ കാര്യം നോക്കട്ടെ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അത് കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ അറിയാം. കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി നേതാക്കൾ കേരളത്തിലുണ്ട്. അത് UDF ഭൂരിപക്ഷം നേടുമ്പോൾ അത്തരത്തിലുള്ള നേതാക്കൾ ആരെങ്കിലും ആയിരിക്കും മുഖ്യമന്ത്രി ആവുക എന്നുള്ള കാര്യമാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. VD സതീശനെ സംബന്ധിച്ചോളം VD സതീശൻ അതിൽ അവഗണിക്കുന്ന നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് നമുക്ക് ഉറപ്പാണ്. കാരണം അദ്ദേഹം ആ ചോദ്യങ്ങളോട് ആ സർവേ ഫലം ഉറപ്പായിട്ട് VD സതീശൻ അറിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഉറപ്പാണ്. ഞാൻ ആ സർവേ ഫലം കണ്ടിട്ടില്ല, നിരവധി സർവേ ഫലങ്ങൾ വരുന്നതല്ലേ, അത് ഞാൻ കണ്ടിട്ടില്ല എന്നൊരു നിലപാട് VD സതീശൻ പറയുന്നു. പിന്നെ ലേഖനത്തെക്കുറിച്ച് തനിക്ക് അഭിപ്രായമുണ്ട്, പക്ഷേ ആ ലേഖനത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് അത് ഞാൻ ദേശീയ നേതൃത്വത്തോട് അഭിപ്രായം പറഞ്ഞുകൊള്ളാം എന്നുള്ള കാര്യം ദീപികയിൽ വന്ന ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് VD സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം പ്രവചിക്കുന്ന സർവേ ഫലത്തെ തള്ളുകയാണ് കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ. കെ മുരളീധരൻ അടക്കമുള്ളവർ വലിയ പരിഹാസമാണ് ഇതിനെതിരെ നടത്തിയിരിക്കുന്നത്. ഏതായാലും അത് പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു, അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആസിഫ് മുഹമ്മദ്.